അന്തരീക്ഷത്തിലെ വായുവിന് മനുഷ്യനെ പേപ്പർ പോലെ ചുരുട്ടിക്കൂട്ടാൻ കഴിയുന്ന എത്ര സമ്മർദ്ദമുള്ള ഒരു ലോകം. ഇവിടുത്തെ താപനിലയ്ക്ക് ലോഹങ്ങളെ പോലും ഉരുക്കാൻ പറ്റും. ജലത്തിന് പകരം സൾഫ്യൂരിക് ആസിഡ് മഴയാണ് ഇവിടെ പെയ്യുന്നത്. ഇതാണ് വീനസ്, നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും നരകതുല്യമായ ഗ്രഹം. ഒരു മനുഷ്യനും വീനസിന്റെ ഉപരിതലത്തിൽ ഒരു സെക്കൻഡ് പോലും ജീവിക്കാനാകില്ല. അത്രയും തീവ്രമാണ് വീനസ്. പക്ഷെ എന്നിരുന്നാലും സൗരയൂഥത്തിൽ നമുക്ക് കോളനി വൽക്കരിക്കാൻ ഏറ്റവും ഉത്തമമായ ഗ്രഹമാണ് വീനസ്. കാരണം ഈ നരകലോകത്തിൽ മേഘങ്ങൾക്കിടയിൽ ഭൂമിക്ക് സമാനമായ അവസ്ഥകളുള്ള അത്ഭുതാവഹമായ ഒരു മേഖലയുണ്ട്. ഈ മേഖലയിൽ കോളനി സ്ഥാപിക്കുന്നത് മാഴ്സിനെ കോളനി വൽക്കരിക്കുന്നതിനേക്കാൾ പ്രായോഗികവും എഫിഷ്യന്റുമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും വീനസിനെ കോളനി വൽക്കരിക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കുന്നത്. പക്ഷേ വീനസിനെ പോലൊരു നരകലോകത്തിൽ എങ്ങനെ കോളനി സ്ഥാപിക്കുമെന്നും കോളനി വൽക്കരിക്കാൻ എന്തുകൊണ്ടാണ് വീനസ് മാഴ്സിനേക്കാൾ ഉത്തമമെന്നും നമുക്ക് നോക്കാം. മറ്റൊരു ഗ്രഹത്തിനെ കോളനി വൽക്കരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാഴ്സിനെ കുറിച്ചായിരിക്കും ഓർക്കുന്നത്. സ്പേസ് എക്സും നാസയും ഒക്കെ പതിറ്റാണ്ടുകളായിട്ട് മാഴ്സിനെ കോളനി വൽക്കരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. 2050 മുന്നേ 10 ലക്ഷം പേർക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു വലിയ കോളനി മാഴ്സിൽ സ്ഥാപിക്കണമെന്നതാണ് സ്പേസ് എക്സിന്റെ ലക്ഷ്യം. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് മാഴ്സിനെ കോളനി വൽക്കരിക്കുന്നതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന നേട്ടമെന്നത് ഇൻ സിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. ഏതൊരു കോളനിയും എഫിഷ്യന്റായി ഏറെ കാലങ്ങൾ നിലനിൽക്കണമെങ്കിൽ അത് സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതായത് പുറത്തുനിന്നും സഹായമില്ലാതെ സ്വന്തമായി നിലനിൽക്കാൻ പറ്റുന്നതായിരിക്കണം. അതിന് ഇൻസിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ സാധ്യമാകേണ്ടത് അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ മാഴ്സിൽ തന്നെയുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് മാഴ്സിൽ സ്ഥാപിക്കുന്ന കോളനി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. ഭാഗ്യത്തിന് മാഴ്സിൽ ഇത് സാധ്യമാണ്. ഉദാഹരണത്തിന് മാഴ്സിന്റെ ധ്രുവങ്ങളിൽ ഉപരിതലത്തിനടിയിൽ വൻതോതിൽ ജലത്തിന്റെ ഐസുണ്ട്. മനുഷ്യർക്ക് നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ജലം. അതിനു പുറമെ ഈ ജലത്തിൽ നിന്നും ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജനും റോക്കറ്റിന്റെ ഇന്ധനത്തിന് ആവശ്യമായ ഹൈഡ്രജനും ശേഖരിക്കാനാകും. മാഴ്സിലെ മണ്ണിനെ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കാനാകും. ഈ മണ്ണിൽ ധാരാളം ലോഹങ്ങളുമുണ്ട്. ഈ ലോഹങ്ങളും കോളനി വികസിപ്പിക്കാൻ വലിയ പ്രയോജനമായിരിക്കും. മാഴ്സിന്റെ അന്തരീക്ഷം നിറയെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും കൂട്ടിച്ചേർത്ത് മീഥെയ്ൻ ഉണ്ടാക്കാനാകും. ആധുനിക റോക്കറ്റുകളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനമാണ് മീഥെയ്ൻ. ഇങ്ങനെ മാഴ്സിൽ തന്നെയുള്ള സമ്പത്തുകൾ ഉപയോഗിച്ച് കോളനികൾക്ക് ഒരുപാട് കാലം നിലനിൽക്കാനാകും. രണ്ടാമത്തെ നേട്ടം, മാഴ്സ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന വേഗത ഏകദേശം ഭൂമിക്ക് സമാനമാണ്. 24 മണിക്കൂറുകളും 37 മിനിറ്റുകളുമാണ് മാഴ്സിന്റെ ഒരു ദിവസം. അതിനാൽ മാഴ്സിൽ മനുഷ്യന്റെ സ്ലീപ്പ് പാറ്റേൺസും സസ്യജാലങ്ങളുടെ ഗ്രോത്ത് സൈക്കിൾസും സൈക്കോളജിക്കൽ ഹെൽത്തും അങ്ങനെ ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ട എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. മൂന്നാമത്തെ നേട്ടം, പതിറ്റാണ്ടുകളായി സാറ്റലൈറ്റ്സും റോവേഴ്സും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മാഴ്സിനെ പര്യവേഷണം ചെയ്യുന്നുണ്ട്. അതിനാൽ മാഴ്സിന്റെ ഉപരിതലത്തിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുമുണ്ട്. എവിടെ ലാൻഡ് ചെയ്യണമെന്നും എവിടെയൊക്കെ കോളനികൾ സ്ഥാപിക്കണമെന്നും ഇൻഫ്രാസ്ട്രക്ചർ ഏത് രീതിയിലായിരിക്കണമെന്നും അങ്ങനെ എല്ലാം നേരത്തെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. ഇങ്ങനെ മാഴ്സിനെ കോളനി വൽക്കരിക്കുന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്നാൽ അതേസമയം ഇതിൽ ധാരാളം പ്രശ്നങ്ങളുമുണ്ട്. മാഴ്സിൽ കോളനി സ്ഥാപിക്കുന്നതിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം ഗ്രാവിറ്റിയാണ്. ഭൂമിയുടെ വെറും 38% ഗ്രാവിറ്റി മാത്രമേ മാഴ്സിനുള്ളൂ. ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കുതിച്ചു ചാടുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല രസകരമായ അനുഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം അത്ര രസകരമല്ല. ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പറ്റിയ വിധത്തിലാണ് മനുഷ്യ ശരീരം പരിണമിച്ചിരിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ് പരിണമിച്ചിരിക്കുന്നത്. അതിനാൽ മാഴ്സിന്റെ തീരെ ദുർബലമായ ഗ്രാവിറ്റി മനുഷ്യ ശരീരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അനന്തരഫലമായി ശരീരത്തിൽ പല തരത്തിലുമുള്ള ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ജീവിക്കുന്ന ആസ്ട്രോണറ്റ്സിലൂടെ അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ISSലെ കുറഞ്ഞ ഗ്രാവിറ്റി കാരണം ആസ്ട്രോണറ്റ്സിന്റെ മസിൽസ് എല്ലാം തീരെ ദുർബലമാകും. എല്ലുകളുടെ സാന്ദ്രത ഒരു മാസം 2% എന്ന നിരക്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയം തീരെ ഇൻഎഫിഷ്യന്റ് ആകും. അത് കാരണം കാർഡിയോ വസ്കുലർ പ്രശ്നങ്ങൾ ഉണ്ടാകും. രക്തവും ദ്രാവകങ്ങളും ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങുന്നതിനാൽ മുഖം വീർത്തു കയറും. അപ്പോൾ കണ്ണുകളുടെ ഒപ്റ്റിക് നെർവും വീർക്കും. അനന്തരഫലമായി കാഴ്ച മങ്ങും. ചിലപ്പോൾ ഇങ്ങനെ കാഴ്ച മങ്ങുന്നത് പിന്നെ ഒരിക്കലും ശരിയാവുകയുമില്ല. ഇങ്ങനെ ആരോഗ്യപരമായ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകും.
മാർസിൽ ISSനേക്കാൾ ഒരുപാട് കൂടുതൽ ഗ്രാവിറ്റി ഉണ്ടെങ്കിലും ഓർക്കുക, ഒട്ടുമിക്ക ആസ്ട്രോണറ്റ്സും ഏതാനും ചില മാസങ്ങളോളം മാത്രമേ ISSൽ ജീവിക്കുകയുള്ളൂ. എന്നാൽ മാർസിൽ കോളനി സ്ഥാപിക്കുമ്പോൾ അവിടെ വർഷങ്ങളോളം ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അവിടെ ചിലവഴിക്കേണ്ടി വരും. ഏതാനും ചില മാസങ്ങൾ കൊണ്ട് ആസ്ട്രോണറ്റ്സിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ മാർസിൽ സ്ഥിരമായി ജീവിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം തീവ്രമായി മാറുമെന്ന് ചിന്തിച്ചു നോക്കൂ. മാർസിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്നത് റേഡിയേഷനാണ്. ബഹിരാകാശത്തിൽ നിന്നും നിരന്തരമായി മാരകമായി റേഡിയേഷൻ വരുന്നുണ്ട്. ഭൂമിയിലാണെങ്കിൽ ഈ റേഡിയേഷൻ ഒന്നും ഉപരിതലത്തിൽ വന്ന് പതിക്കാതെ നോക്കുന്നത് ഭൂമിയുടെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡും കട്ടിയുള്ള അന്തരീക്ഷവുമാണ്. പക്ഷേ മാർസിന് മാഗ്നറ്റിക് ഫീൽഡുമില്ല, കട്ടിയുള്ള അന്തരീക്ഷവുമില്ല. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തിൽ നിന്നും വരുന്ന മാരകമായ റേഡിയേഷൻ മൊത്തം നേരിട്ട് മാർസിന്റെ ഉപരിതലത്തിൽ വന്ന് പതിക്കും. ഇത് കാരണം മാരകമായ ക്യാൻസറും DNA ഡാമേജും അക്യൂട്ട് റേഡിയേഷൻ സിക്നസും ഒക്കെ ഉണ്ടാകും. ഇതൊഴിവാക്കണമെങ്കിൽ ഒന്നുകിൽ എപ്പോഴും സ്പേസ് സ്യൂട്ട് ധരിച്ച് നടക്കണം, അല്ലെങ്കിൽ ഉപരിതലത്തിൽ നിന്നും 4-5 മീറ്റർ ആഴത്തിൽ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് നിർമ്മിച്ച് അതിനുള്ളിൽ ജീവിക്കണം. മൂന്നാമത്തെ പ്രശ്നം സമ്മർദ്ദമാണ്. മാർസിന്റെ അന്തരീക്ഷത്തിന് ഭൂമിയുടെ 1% കട്ടിയേ ഉള്ളൂ. ഇത്രയും കുറഞ്ഞ സമ്മർദ്ദത്തിൽ മനുഷ്യ ശരീരത്തിലെ ദ്രാവകങ്ങളുടെയും രക്തത്തിന്റെയും ബോയിലിംഗ് പോയിന്റ് ശരീര താപനിലയ്ക്ക് സമാനമാകും. അനന്തരഫലമായി അത് മൊത്തം തിളച്ച് നീരാവിയായി പോകും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് നമ്മൾ മരിച്ചു പോകും. ഇതൊഴിവാക്കണമെങ്കിൽ കെട്ടിടങ്ങളും വാഹനങ്ങളും എല്ലാം പ്രഷറൈസ്ഡ് ആയിരിക്കണം. എപ്പോഴും സ്പേസ് സ്യൂട്ട് ധരിച്ച് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. പക്ഷെ അതൊന്നും അത്ര പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല. കാരണം ഒരു കെട്ടിടത്തിൽ കയറണമെങ്കിൽ വെറുതെ അങ്ങ് വാതിലും തുറന്ന് കയറി പോകാനാകില്ല. പകരം സമ്മർദ്ദം ശരിയാക്കുന്നതുവരെ ഒരുപാട് മിനിറ്റുകൾ നേരം എയർലോക്കിൽ ഇരിക്കേണ്ടി വരും. ഇതിനൊക്കെ പുറമെ മാർസിന് മറ്റൊരു വലിയ പ്രശ്നവും കൂടെയുണ്ട്. അതാണ് സാൻഡ് സ്റ്റോംസ്, അതായത് പൊടിക്കാറ്റ്. നമ്മൾ ഭൂമിയിൽ കണ്ടിട്ടുള്ളത് പോലത്തെ സാൻഡ് സ്റ്റോം അല്ല മാർസിൽ വീശുന്നത്. മാർസിലെ പൊടിക്കാറ്റിന് മൊത്തം ഗ്രഹത്തെയും പല മാസങ്ങളോളം സമയം വരെ മൂടാൻ സാധിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഉപരിതലത്തിൽ സൂര്യപ്രകാശം പോലും കൃത്യമായിട്ട് ലഭിക്കില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് മാർസിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസവുമാണ്. സോളാർ പാനൽസ് ഒന്നും ഈ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാകില്ല. ഈ മൺതരികൾ അരം പോലെ കൂർത്തതുമാണ്. കെട്ടിടങ്ങൾക്ക് പുറത്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും ഇതിന് തകർക്കാൻ കഴിയും. ഇങ്ങനെ മാർസിനെ കോളനി വൽക്കരിക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർസിനെ കോളനി വൽക്കരിക്കുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വീനസിനെ കോളനി വൽക്കരിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനാകും. ഭൂമിയുടെ ഏറ്റവും സമീപത്തുള്ള ഗ്രഹം യഥാർത്ഥത്തിൽ വീനസ് ആണ്. ഏകദേശം 5.5 കോടി കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്നും മാർസിലേക്കുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം. അതായത് മാർസ് ഭൂമിയുടെ ഏറ്റവും സമീപത്ത് വരുമ്പോൾ പോലും മാർസിനും ഭൂമിക്കുമിടയിൽ അത്രയും ദൂരമുണ്ടായിരിക്കും. എന്നാൽ ഭൂമിയിൽ നിന്ന് വീനസിലേക്കുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം ഏതാണ്ട് 4 കോടി കിലോമീറ്ററാണ്. അപ്പോൾ മാർസിലേക്ക് പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം വീനസിലേക്ക് പോകാനാണ്. എളുപ്പമെന്ന് വെച്ചാൽ മാർസിലേക്ക് പോകാൻ എടുക്കുന്നതിനേക്കാൾ കുറച്ച് സമയം കൊണ്ട് വീനസിലെത്താം. അതുമാത്രമല്ല, മാർസ് ഓരോ 26 മാസങ്ങൾ കൂടുമ്പോഴാണ് ഭൂമിയുടെ സമീപത്തെത്തുന്നത്. അതേസമയം വീനസ് കുറെ കൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഓരോ 19 മാസങ്ങൾ കൂടുമ്പോഴും ഭൂമിയുടെ സമീപത്ത് വരും. അപ്പോൾ വീനസിലേക്ക് പോകാനുള്ള അവസരങ്ങളും കൂടുതലാണ്. ഇത് തന്നെയാണ് വീനസിനെ കോളനി വൽക്കരിക്കാനുള്ള ഒന്നാമത്തെ അഡ്വാൻറ്റേജും. ബഹിരാകാശ യാത്രകൾ ചെയ്യുമ്പോൾ എത്ര സുരക്ഷിതമായിട്ടാണ് പോകുന്നതെങ്കിലും ആസ്ട്രോണറ്റ്സിന്റെ ശരീരത്തിൽ നിരന്തരമായി കോസ്മിക് റേസ് വന്ന് പതിച്ചുകൊണ്ടിരിക്കും. ഇത് കാരണം പല രീതിയിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബഹിരാകാശ യാത്ര ചെയ്യുന്ന എല്ലാവരും തീർച്ചയായും വലിയ റിസ്കിലാണ്. അതിനു പുറമെ സോളാർ സ്റ്റോം സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കോസ്മിക് റേസിനേക്കാൾ ഒരുപാട് ഭീകരമാണ് സോളാർ സ്റ്റോം. ബഹിരാകാശ യാത്രയുടെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് കോസ്മിക് റേസിന്റെയും സോളാർ സ്റ്റോമിന്റെയും ഒക്കെ റിസ്ക്കും കൂടിക്കൊണ്ടിരിക്കും. മാർസിലേക്ക് പോകുന്നതിന് പകരം വീനസിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഈ റിസ്കിന്റെ തീവ്രത ഒരുപാട് കുറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൂരം കുറയുമ്പോൾ കൊണ്ടുപോകേണ്ട ഇന്ധനത്തിന്റെ അളവും കുറയും. അപ്പോൾ എക്സ്ട്രാ ഇന്ധനത്തിന് പകരം കോളനി സ്ഥാപിക്കാൻ ആവശ്യമായ എന്തെങ്കിലും കൊണ്ടുപോകാനാകും. അങ്ങനെ ആകെ മൊത്തത്തിൽ ദൂരം കുറയുന്നത് ശരിക്കും ഒരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ പോകാൻ എളുപ്പമുണ്ടെങ്കിലും വീനസിന്റെ ഉപരിതലത്തിലെ അവസ്ഥകൾ അതിഭീകരമാണ്. നിരന്തരമായി പെയ്യുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ മഴ, 465 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുന്ന ഉപരിതല താപനില, ഭൂമിയുടെ 92 മടങ്ങിൽ കൂടുതൽ ശക്തമായ അന്തരീക്ഷ സമ്മർദ്ദം, എവിടെ നോക്കിയാലും അഗ്നിപർവ്വതങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും അതിതീവ്രമാണ് വീനസിന്റെ അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ വീനസിന്റെ ഉപരിതലത്തിൽ ഒരു തരത്തിലും നമുക്ക് കോളനി സ്ഥാപിക്കാനാകില്ല. എന്നാൽ വീനസിന്റെ അന്തരീക്ഷത്തിൽ ഏകദേശം ഭൂമിക്ക് സമാനമായ അവസ്ഥകളുള്ള ഒരു മേഖലയുണ്ട്. ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്ററിന് മുകളിലാണ് ഈ മേഖല.
ഇവിടെ 1 ബാർ ആണ് അന്തരീക്ഷ സമ്മർദ്ദം. അതായത് ഭൂമിയിൽ സമുദ്രനിരപ്പിൽ അനുഭവപ്പെടുന്ന അത്ര സമ്മർദ്ദം. ശരാശരി താപനിലയും ഏകദേശം ഭൂമിക്ക് സമാനമാണ്. അതുപോലെ ഗ്രാവിറ്റിയും ഏകദേശം ഭൂമിക്ക് സമാനമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ മേഖല വീനസിന്റെ അന്തരീക്ഷത്തിലെ ഒരു ഗോൾഡ് ലോക്ക് സോൺ ആണ്. ഇത് തിരിച്ചറിഞ്ഞ നാസ 2014 ഹാവോക്ക് എന്നൊരാശയം ഡെവലപ്പ് ചെയ്തു. ഹീലിയം കൊണ്ട് നിറച്ച വളരെ വലിയ ബലൂൺസ്, അതായത് എയർഷിപ്സ് വീനസിന്റെ അന്തരീക്ഷത്തിൽ സ്ഥാപിക്കും. ഈ എയർഷിപ്സിന്റെ ഏറ്റവും അടിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. വീനസിന്റെ അന്തരീക്ഷം കാർബൺ ഡയോക്സൈഡ് കൊണ്ട് നിറഞ്ഞതിനാൽ ഇന്ധന ചിലവൊന്നുമില്ലാതെ തന്നെ ഈ എയർഷിപ്സ് അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കും. കാരണം കാർബൺ ഡയോക്സൈഡിന്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒഴുകി നടക്കുന്ന കോളനി വീനസിൽ സ്ഥാപിക്കുന്ന കോൺസെപ്റ്റാണ് ഹാവോക്ക്. യഥാർത്ഥത്തിൽ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അന്തരീക്ഷ വാതകത്തിനേക്കാൾ ഒരുപാട് കട്ടി കൂടിയതാണ്. അതിനാൽ എയർഷിപ്പിൽ നമ്മുടെ അന്തരീക്ഷത്തിന് സമാനമായ വാതകം കൊണ്ട് നിറച്ചാലും ഈ എയർഷിപ്പ് അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കും. നാസയുടെ കോൺസെപ്റ്റിലെ കോളനി തീരെ ചെറുതാണ്. 130 മീറ്റേഴ്സ് ആണ് ഈ എയർഷിപ്പിന്റെ നീളം. താരതമ്യേന പറഞ്ഞാൽ 2 വലിയ വിമാനങ്ങളുടെ അത്ര നീളം. അടിയിലെ കമ്പാർട്ട്മെന്റ് ഇതിനേക്കാളുമൊക്കെ ഒരുപാട് ചെറുതാണ്. അതിൽ പരമാവധി 10 പേർക്ക് മാത്രമേ ജീവിക്കാനാകൂ. എന്നാൽ കോളനി സ്ഥാപിക്കണമെങ്കിൽ ഈ ബലൂണിന് പല കിലോമീറ്ററുകളുടെ വ്യാസമുണ്ടായിരിക്കണം. ഇങ്ങനൊരു ബലൂണിന്റെ അടിയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. ഈ കോളനിക്ക് ആവശ്യമായ ഊർജം കണ്ടെത്തുന്നതും എളുപ്പമാണ്. വീനസ് കുറച്ചുകൂടെ സൂര്യന്റെ സമീപത്തായതിനാൽ ഭൂമിക്ക് ലഭിക്കുന്നതിന്റെ ഇരട്ടിയോളം കൂടുതൽ പ്രകാശം വീനസിന് ലഭിക്കും. അപ്പോൾ കോളനി നിറയെ സോളാർ പാനൽസ് ഉപയോഗിച്ചാൽ ആവശ്യത്തിനുള്ള ഊർജം ശേഖരിക്കാനാകും. സൗരോർജത്തിന് പുറമെ വിൻഡ് എനർജിയും ശേഖരിക്കാം. വീനസ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന്റെ 60 മടങ്ങ് വേഗത്തിലാണ് വീനസിന്റെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ എപ്പോഴും അതിശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ഉപരിതലത്തിൽ നിന്നും 50 കിലോമീറ്റർ മുകളിൽ എന്ന് പറയുമ്പോൾ അത് വീനസിന്റെ ലോവർ അറ്റ്മോസ്ഫിയർ ആണ്. എന്നാൽ ഈ ഭാഗത്തിൽ പോലും 200 കിലോമീറ്റർ പെർ അവറിന് മുകളിലാണ് കാറ്റ് വീശുന്നത്. 200 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ അത് ഭൂമിയിലെ അതിശക്തമായ ചുഴലിക്കാറ്റുകളുടെ വേഗതയാണ്. ഈ കാറ്റിനെയും ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഊർജത്തിന് ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല. മാർസിനെ പോലെ വീനസിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. പക്ഷെ എന്നിരുന്നാലും വീനസിന്റെ വളരെ കട്ടി കൂടിയ അന്തരീക്ഷം കോസ്മിക് കിരണങ്ങളിൽ നിന്നും റേഡിയേഷനിൽ നിന്നുമൊക്കെ സംരക്ഷണം നൽകും. പൂർണ്ണമായ സംരക്ഷണം നൽകിയില്ലെങ്കിലും ഒരു പരിധിവരെ ഈ സംരക്ഷണം തന്നെ കോളനിക്ക് മതിയാകും. അതിന് പുറമെ കോളനിക്ക് റേഡിയേഷൻ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും നിസ്സാരമായ ഷീൽഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ കോളനി പൂർണ്ണമായും സേഫ് ആകും. അന്തരീക്ഷ സമ്മർദ്ദം ഭൂമിക്ക് സമാനമായതിനാൽ ഈ കോളനിയിലെ കെട്ടിടങ്ങളൊന്നും പ്രഷറൈസ്ഡ് ആയിരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യർക്കും സ്പേസ് സ്യൂട്ട് ധരിക്കേണ്ട കാര്യമില്ല. സൾഫ്യൂരിക് ആസിഡ് മഴ ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ടെഫ്ലോൺ പോലെയുള്ള ചില പ്ലാസ്റ്റിക്സും ചില സെറാമിക്സും സൾഫ്യൂരിക് ആസിഡിൽ നിന്നും പൂർണ്ണമായും ഇമ്മ്യൂണാണ്. കോളനിയുടെ പുറം ഭാഗം മൊത്തം ഇത്തരം പദാർത്ഥങ്ങൾ കൊണ്ട് പൂശിയാൽ സൾഫ്യൂരിക് ആസിഡിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണം കിട്ടും. സൾഫ്യൂരിക് ആസിഡ് യഥാർത്ഥത്തിൽ ഈ കോളനിയുടെ നിലനിൽപ്പിന് വളരെ ഉപയോഗപ്രദവുമാണ്. കാരണം സൾഫ്യൂരിക് ആസിഡിൽ നിന്നും ജലം വേർതിരിച്ചെടുക്കാനാകും. വീനസിന്റെ അന്തരീക്ഷം നിറയെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് ജലത്തിന് ഒരിക്കലും ക്ഷാമമുണ്ടാകില്ല. ഈ ആസിഡിൽ നിന്നും സൾഫറും വേർതിരിച്ചെടുക്കാൻ പറ്റും. കൃഷിക്ക് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. പക്ഷേ മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യും? അതിന് എയ്റോപോണിക്സും ഹൈഡ്രോപോണിക്സും എന്ന വിദ്യകൾ ഉപയോഗിക്കാം. മണ്ണിന്റെ സഹായമില്ലാതെ കൃഷി ചെയ്യുന്ന രീതികളാണിത്. ചെടികളെ വായുവിൽ തൂക്കി നിർത്തിയ ശേഷം ഇടയ്ക്കിടയ്ക്ക് വേരുകളിൽ ആവശ്യമുള്ള വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വേരുകളെ ന്യൂട്രിയൻസ് നിറഞ്ഞ വെള്ളത്തിൽ മുക്കുകയോ ചെയ്യും. അപ്പോൾ മണ്ണിന്റെ സഹായമില്ലാതെ തന്നെ ഈ ചെടികൾ വളരും. വീനസിന്റെ അന്തരീക്ഷത്തിൽ തന്നെ ഇതിനാവശ്യമായ ഏകദേശം എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. വേണമെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകം എയർഷിപ്പുകൾ സ്ഥാപിക്കണം. കൃഷിക്ക് പുറമെ ലാബിലും ആഹാരം നിർമ്മിക്കാനാകും. അങ്ങനെ ആവശ്യത്തിനുള്ള ആഹാരവും ലഭിക്കും. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും മറ്റ് മിനറൽസിൽ നിന്നും ആവശ്യമുള്ള പ്ലാസ്റ്റിക്കും പോളിമേഴ്സും കാർബൺ ഫൈബറും ഒക്കെ നിർമ്മിക്കാനും കഴിയും. ആകെ മൊത്തത്തിൽ ഇതൊരു സെൽഫ് സസ്റ്റൈനബിൾ ആയ കോളനി ആയിരിക്കും. പക്ഷെ ഇങ്ങനെ കുറേ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും വീനസിൽ കോളനി സ്ഥാപിക്കുന്നതിലും നിറയെ വെല്ലുവിളികളുണ്ട്. വീനസിലെ കോളനി നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മെറ്റൽസിന്റെ ദൗർലഭ്യമാണ്. കോളനി കൂടുതൽ വികസിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്രങ്ങളും ടെക്നോളജികളും ഒക്കെ നിർമ്മിക്കണമെങ്കിലോ അതിന് ലോഹങ്ങൾ ആവശ്യമാണ്. വീനസിന്റെ അന്തരീക്ഷത്തിൽ നിറയെ പൊടിയുണ്ട്. അതായത് ഉപരിതലത്തിൽ നിന്നും കാറ്റിലൂടെ ഉയർന്ന് അന്തരീക്ഷത്തിലെത്തിയ പൊടി. ഈ പൊടിയിൽ മെറ്റൽസ് ഉണ്ടായിരിക്കും. പൊടി ശേഖരിക്കാനും അതിൽ നിന്നും മെറ്റൽസ് വേർതിരിച്ചെടുക്കാനും നമുക്ക് കഴിയും. പക്ഷെ ഇത് തീരെ ചെറിയ തോതിൽ മാത്രമേ ഉണ്ടായിരിക്കൂ. ഒരുപക്ഷെ കോളനി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ ഇത് തികയൂ. കോളനി കൂടുതൽ വികസിപ്പിക്കണമെങ്കിൽ ഭൂമിയിൽ നിന്നും തന്നെ റിസോഴ്സസ് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീനസിന്റെ ഉപരിതലം ഖനനം ചെയ്യണം.
വീനസിന്റെ ഉപരിതലത്തിൽ ആവശ്യത്തിലധികം മെറ്റൽസ് ഉണ്ട്. നമുക്ക് നേരിട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ റോബോട്ടിക് മെഷീൻസിനെ കുറച്ചു നേരത്തേക്കെങ്കിലും അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റും. ആ മെഷീൻസ് ഉപയോഗിച്ച് വീനസിന്റെ ഉപരിതലത്തിൽ നിന്നും ആവശ്യത്തിന് മെറ്റൽസ് ഖനനം ചെയ്തെടുക്കാം. വലിയ മെഷീൻസിന് പകരം ചെറിയ മെഷീൻസ് ഉപയോഗിച്ചാൽ അവ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ അവയ്ക്ക് പ്രവർത്തിക്കാനും ചെറിയ തോതിലുള്ള ഊർജം മതി. അങ്ങനെ മെറ്റലിന്റെ ദൗർലഭ്യതയ്ക്ക് ഒരു പരിഹാരമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം മെയിൻ്റനൻസ് ആണ്. സൾഫ്യൂരിക് ആസിഡിനെ പ്രതിരോധിക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് പൊതിഞ്ഞാലും എപ്പോഴും കോളനിക്ക് പുറത്തുള്ള സകല ജോയിൻസും പരിശോധിക്കേണ്ടതുണ്ട്. എവിടെ കൂടെയെങ്കിലും വളരെ ചെറിയ തോതിൽ ആസിഡ് ഉള്ളിൽ കയറിയാലും അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ആസിഡ് കാരണം നമുക്ക് വെറുതെ അങ്ങ് പുറത്തിറങ്ങാനും സാധിക്കില്ല. ആസിഡിനെ പ്രതിരോധിക്കുന്ന സ്യൂട്ടും ഹെൽമറ്റും ഗ്ലൗസും ഷൂസും ഒക്കെ ധരിച്ച് മാത്രമേ എപ്പോഴും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. ഒപ്പം ഓക്സിജൻ മാസ്കും വേണം. എന്നിരുന്നാലും മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പുറത്തിറങ്ങുന്നത് ഒരുപാട് എളുപ്പമാണ്. കാരണം മറ്റു ഗ്രഹങ്ങളിൽ സ്പേസ് സ്യൂട്ട് ഇല്ലാതെ പുറത്തിറങ്ങാനാകില്ല. ഒരൊറ്റ സ്പേസ് സ്യൂട്ടിന് പോലും ആയിരക്കണക്കിന് കോടി രൂപയാണ് വില. അതുകൊണ്ട് കോളനിയിലുള്ള എല്ലാവർക്കും സ്പേസ് സ്യൂട്ട് നൽകാനാകില്ല. അതുമാത്രമല്ല, സ്പേസ് സ്യൂട്ട് ധരിക്കുമ്പോൾ നമ്മുടെ ചലനങ്ങൾക്കും ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കും. മറ്റൊരു വലിയ പ്രശ്നം വീനസിന്റെ അന്തരീക്ഷമാണ്. വീനസിന്റെ അന്തരീക്ഷം എപ്പോഴും വളരെ വയലന്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അന്തരീക്ഷം അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം കോളനിയും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ കാറ്റ് യഥാർത്ഥത്തിൽ വളരെ സ്റ്റേബിൾ ആണ്. പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലും ടർബുലൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഭീമാകാരമായ ലൈറ്റ്നിങ് സ്റ്റോം ഉണ്ടാവുകയോ ചെയ്താൽ അത് മൊത്തം കോളനിയെയും പിടിച്ച് കുലുക്കും. അതുകൊണ്ട് തന്നെ ഈ കോളനിയിലെ ജീവിതം അത്ര രസകരമായിരിക്കില്ല. വീനസിൽ നിന്നും പുറത്തു കടക്കുന്നതാണ് വേറൊരു വലിയ പ്രശ്നം. വീനസിന് ഏകദേശം ഭൂമിക്ക് സമാനമായ ഗ്രാവിറ്റിയുണ്ട്. അതിനാൽ വളരെ വലിയ റോക്കറ്റ്സ് ഉപയോഗിച്ച് മാത്രമേ വീനസിൽ നിന്നും പുറത്തു വരാൻ പറ്റൂ. പക്ഷെ അത്രയും വലിയ റോക്കറ്റ് വിക്ഷേപിക്കാൻ വളരെ ദൃഢമായ ഒരു ഉപരിതലം ഈ കോളനിയിൽ ഉണ്ടായിരിക്കില്ല. അഥവാ അങ്ങനെ ഒരു ലോഞ്ചിങ് പാഡ് കോളനിയിൽ സ്ഥാപിച്ചാലും അവിടെ നിന്നും റോക്കറ്റ് വിക്ഷേപിക്കാനാകില്ല. കാരണം അങ്ങനെ വിക്ഷേപിച്ചാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന റീകോയിൽ കോളനിയെ അതിശക്തമായി ഉപരിതലത്തിലേക്ക് തള്ളും. അതിനു പുറമെ റോക്കറ്റ് വിക്ഷേപണത്തിന് ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനിലയുണ്ടായിരിക്കും. അത് കോളനിയെ മൊത്തം തകർത്ത് കളയും. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ടെറസിൽ വെച്ച് റോക്കറ്റ് വിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. വീനസിന്റെ അന്തരീക്ഷത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ള ഇടിമിന്നലുകളും ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ കോളനി ആയിരിക്കും മിന്നൽ കടന്നു പോകാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ വഴി. ഈ മിന്നലുകൾ ഭൂമിയിലുള്ള മിന്നലുകളെക്കാൾ പല മടങ്ങ് തീവ്രവുമാണ്. ഒരൊറ്റ മിന്നലിന് ചിലപ്പോൾ കോളനിയെ മൊത്തം തകർക്കാനാകും. ഫാരഡേ കേജ് പോലെ എന്തെങ്കിലും രീതിയിൽ മൊത്തം കോളനിയും നിർമ്മിച്ചാൽ ഈ മിന്നലുകൾ ഒരുപക്ഷെ പ്രശ്നമായിരിക്കില്ല. വീനസിന്റെ അന്തരീക്ഷത്തിലെ പൊടിയും ഒരു ഗൗരവമായ പ്രശ്നമാണ്. ഈ ഡസ്റ്റിന് ഇൻടേക്ക് വാൽവ്സിനെയും സോളാർ പാനൽസിനെയും ഒക്കെ നശിപ്പിക്കാനാകും. ഇങ്ങനെ വീനസിനെ കോളനിവൽക്കരിക്കുന്നതിൽ നിരവധി വെല്ലുവിളികളുണ്ട്. വീനസിന്റെ ഉപരിതലം നരകതുല്യമാണെങ്കിലും 50 കിലോമീറ്ററിന് മുകളിൽ ഭൂമിക്ക് തുല്യമായ അവസ്ഥകളാണ്. ഇവിടെ തീർച്ചയായും ഒരു കോളനി സ്ഥാപിക്കാനാകും. ഈ കോളനി പൂർണ്ണമായും സെൽഫ് സസ്റ്റൈനബിളുമായിരിക്കും. പല രീതിയിലും കോളനി വൽക്കരിക്കാൻ എന്തുകൊണ്ടും വീനസ് തന്നെയാണ് മാർസിനേക്കാൾ ഉത്തമം. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ മാർസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതിന്റെ ഏറ്റവും പ്രധാന കാരണം ശരിക്കും ഭൂമിക്ക് പകരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടല്ല നമ്മൾ മാർസിൽ കോളനി സ്ഥാപിക്കുന്നത്. അതിന്റെ ആവശ്യം എന്തായാലും സമീപകാലത്തൊന്നും മനുഷ്യരാശിക്കില്ല. പകരം ഒരു സ്പേസ് സ്റ്റേഷൻ എന്ന രീതിയിലാണ് മാർസിനെ കോളനിവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മാർസിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിക്കാൻ താരതമ്യേന വളരെ എളുപ്പമാണ്. അതിനാൽ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മാർസിനെ ഒരു റീഫ്യൂലിംഗ് സ്റ്റേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് ദൂരത്തിലേക്ക് നമുക്ക് ബഹിരാകാശ പേടകങ്ങൾ അയക്കാനാകും. ഇതാണ് മാർസിൽ കോളനി സ്ഥാപിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. എന്തായാലും വീനസിനെ കോളനിവൽക്കരിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.